السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സർവാദരണീയരായ ഉസ്താദുമാർ, മറ്റുവിൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ, എന്താണ് മുഅ്ജിസത്ത്, എന്താണ് കറാമത്ത് എന്നതിനെ കുറിച്ചാണ് നാം ചർച്ചയിലിടുന്നത്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അസാധാരണ മനുഷ്യരായ അമ്പിയാക്കൾക്ക് അവരുടെ കഴിവിനെ പ്രകടമാക്കാൻ അള്ളാഹു നൽകിയ ഒരു മാർഗമാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇതേ വിഷയം ഔലിയാക്കൾക്ക് അള്ളാഹു നൽകിയതാണ് കറാമത്ത് എന്ന് പറയുന്നത്. എന്നാൽ കറാമത്ത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് ഉണ്ടെന്നും ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടെന്നും ഏതൊരു കക്ഷികൾക്കിടയിലും തർക്ക വിഷയമില്ല. എന്നാൽ തർക്ക വിഷയം എന്ന് പറയുന്നത് അമ്പിയാക്കൾക്ക് അവരുടെ മുഅ്ജിസത്തിനെയും ഔലിയാക്കൾക്ക് അവരുടെ കറാമത്തിനെയും അവരുടെ ഇഷ്ടാനുസരണം ഇഖ്തിയാർ പ്രകാരം പ്രകടമാക്കാൻ സാധിക്കും ഇല്ല എന്നതിനാണ് തർക്കമുള്ളത്. ഖുർആനിൽ തന്നെ പറയുന്നത്, ഖുർആനിൽ തന്നെ ആൽ ഇംറാനിന്റെ 49-ാമത്തെ സൂക്തത്തിൽ ഈസാ നബി പറയുന്നതായി കാണാം, അന്നി അഖ്ലുഖുക്കും മിനത്വീനി കഹൈഅത്തി ത്വയ്രി ഫംഫഖൂ ഫീഹി ഫയകൂനു ബിഇദ്നില്ലാ വഉബ്രിഉ ലകുമ വൽ അബ്റസ വഉഹീൽ മൗത ബിഇദ്നില്ലാ. ഈസാ നബി പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കാം, അതുപോലെ തന്നെ രോഗങ്ങൾ ശിഫയാക്കി തരാം, ശമനമാക്കി തരാം, അതുപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിച്ചു തരാം എന്നൊക്കെ പറയുന്നത് ഈസാ നബി അവരുടെ ഇഷ്ടാനുസരണം ഇഖ്തിയാർ പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ അമ്പിയാക്കൾക്ക് അവരുടെ മുഅ്ജിസത്തിനെ അവരുടെ ഇഷ്ടാനുസരണം ഇഖ്തിയാർ പ്രകാരം പ്രകടമാക്കാൻ സാധിക്കുമെന്നത് ഖുർആനിൽ തന്നെ വ്യക്തമാണ്. എന്നാൽ ഔലിയാക്കൾക്ക് അവരുടെ കറാമത്തിനെ ഇഖ്തിയാർ പ്രകാരം സാധിക്കുമോ എന്നതിൽ അതാ സുയൂത്തി ഇമാമ് 911 വഫാത്തായ സുയൂത്തി ഇമാമ് അവിടുത്തെ ഫത്താവയിൽ പറയുന്നത് കാണാം, വമാ ജാസലിൽ അംബിയാഇ മുഅ്ജിസത ജാസലിൽ ഔലിയാഇ കറാമത. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായ അനുവദനീയമാകുന്ന കാര്യങ്ങളെല്ലാം ഔലിയാക്കൾക്ക് കറാമത്തായി സാധ്യമാകുമെന്നത് അവിടുന്ന് സുയൂത്തി ഇമാമ് പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ബുഖാരിയുടെ 2482-ാമത്തെ ഹദീസിൽ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് ഒരു സ്ത്രീ വന്നിട്ട് സിന ആരോപിക്കുകയാണ്. എന്നാൽ ജുറൈജ് ഒരു പിഞ്ചുകുട്ടിയെ എടുത്തു നിർത്തി സിന ആരോപിക്കുകയാണ്. ഈ അവസരത്തിൽ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ആ പിഞ്ചുകുട്ടിയോട് ചോദിക്കൊണ്ട്, മൻ അബൂക യാ ഗുലാം, ഓ കുട്ടി, നിന്റെ വാപ്പ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ പിഞ്ചുകുട്ടി, സംസാരിക്കാൻ പ്രായമാവാത്ത ആ പിഞ്ചുകുട്ടി പറയുന്നുണ്ട്, അർറായി എന്ന് പറയുന്നുണ്ട്, കാട്ടിടനൻ എന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത്, ആ സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത കുട്ടിയിലൂടെ കറാമത്ത് പുറപ്പെടുവിക്കാൻ ആ ഔലിയാക്കളുടെ ഇഖ്തിയാർ പ്രകാരമാണ് സാധ്യമായത്. എന്നാൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബുഖാരിയുടെ തന്നെ ശറഹായ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് കാണാം, ഫീഹി ഇസ്ബാതു കറാമത്തിൽ ഔലിയായി വ വുഖൂഇൽ കറാമത്തി ലഹും ബിഇഖ്തിയാരിഹിം വ ത്വലബിഹിം. ഔലിയാക്കളുടെ കറാമത്ത് അത് സ്ഥിരപ്പെട്ടതാണ്, എല്ലാവർക്കും സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ അത് അവരുടെ ഇഖ്തിയാർ പ്രകാരവും അവരുടെ ത്വലബ് അനുസരിച്ചും തേട്ടത്തിനനുസരിച്ചും സാധ്യമാകുന്നതാണ്. ഇതേ വിഷയം തന്നെ നബവി ഇമാമ് അവിടുത്തെ ശറഉൽ മുസ്ലിമിന്റെ 15-ാം വാല്യം 324 പറയുന്നത് കാണാം. മാത്രമല്ല മഹാനായ ആസഫ് ഇബ്നു ബർഹിയ എന്നവർ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വളരെ പ്രസിദ്ധനായ ഒരു ഔലിയ ആയിരുന്നു.
അദ്ദേഹം സുലൈമാൻ നബി ബൽക്കീസിന്റെ അഗ്നിയുടെ ആ കൊട്ടാരത്തിലെ ഇത് കൊണ്ടുവരാൻ പറയുമ്പോൾ അതിന് അവരുടെ ഇഖ്തിയാർ പ്രകാരം കൊണ്ടുവരുന്ന, അഥവാ ഒരു കൺചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ പറയുമ്പോൾ ഇഖ്തിയാർ പ്രകാരം കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ഇതിലൂടെ ഔലിയാക്കൾക്ക് അവരുടെ കറാമത്ത് ഇഖ്തിയാർ പ്രകാരം സ്വയം ഇഷ്ടാനുസരണം നടത്താൻ കഴിയും. അതുപോലെ തന്നെ മോചിതത്വം ഇഷ്ടാനുസരണം കഴിയുമെന്നത് വ്യക്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.